വിമാന നിർമ്മാണ കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ ഏവിയേഷൻ സെക്യൂരിറ്റി ഏജൻസിയും DGCAയും തമ്മിലാണ് വ്യാവസായിക വിമാന നിർമ്മാണ മേഖലയിൽ പുതിയ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. അർജുൻ, ഗുഡ് ആഫ്റ്റർനൂൺ അഗെയിൻ. അപ്പോൾ നമ്മുടെ രാജ്യസുരക്ഷ അതുപോലെ തന്നെ രാജ്യാന്തര സ്റ്റാൻഡേർഡുകൾക്കൊക്കെ അനുസരിച്ചുള്ള ഒരു നിർമ്മാണ രീതിയിലേക്ക് നമ്മൾ പോകുന്നു. ഈ സുപ്രധാനമായ കരാറിൽ ഒപ്പുവെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അമൽ, ക്രിസ്റ്റീന, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ചലഞ്ചാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏവിയേഷൻ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി അപകടങ്ങൾ, തകരാറുകൾ എല്ലാം തന്നെ സംഭവിക്കുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ ഒരു മോചനം നേടാൻ ഇപ്പോഴത്തെ ഈ കരാർ കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ വ്യാവസായിക ഏവിയേഷൻ വ്യോമയാന മേഖലയിലെ സഹകരണം കൂടുതൽ ദൃഢമാക്കുക, ശക്തിപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഈ കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും യൂറോപ്യൻ ഏവിയേഷൻ സെക്യൂരിറ്റി ഏജൻസിയും ഇന്ത്യയുടെ DGCAയും തമ്മിലാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ അതിൽ വ്യോമയാന സുരക്ഷയെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള കാര്യം കൂടി അർത്ഥമാകുന്നുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ കരാർ ഉണ്ടായിരിക്കുന്നത്. 23-ാം തീയതി അത് ഒപ്പുവെക്കുന്നു. തുടർച്ചയായി 2 ദിവസം അതിനുശേഷം ഒരു വർക്ക്ഷോപ്പും ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുകയുണ്ടായി. അതിൽ ഒരു കാര്യമാണ് ബാംഗ്ലൂരിൽ വെച്ച്, കർണാടകയിൽ വെച്ച് എയർബസിന്റെ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും നിർമ്മിക്കാനും അതുപോലെ തന്നെ അസംബ്ലി ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ധാരണയിലേക്ക് പോകുന്നത്. അതിനപ്പുറത്തേക്ക് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ടും അതുപോലെ തന്നെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും വലിയ തോതിൽ ഈ വ്യോമയാന രംഗത്തെ, അതും വ്യാവസായിക വ്യോമയാന മേഖലയിൽ തന്നെ ഒരു കുതിച്ചുചാട്ടം, അത് നിർമ്മാണത്തിലായാലും സഹകരണത്തിലായാലും സുരക്ഷയിലായാലും ഉറ്റുനോക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ ചുവടായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഇത്തരത്തിലൊരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. നിർമ്മാണം മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള വ്യോമയാന മേഖലയിലെ സുരക്ഷ, അത് ആ ഒരു സുരക്ഷാ പ്രശ്നങ്ങൾ മറികടക്കാൻ കൂടി ഈ കരാറിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമൽ, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.